ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 24 ശ്ലോകം 6, 7, 8, 9, 10, 11 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഇന്ദ്രയാഗം ചെയ്യാനായിട്ട് നന്ദഗോപരും മറ്റുള്ള ഗോപന്മാരും ഒക്കെ പുറപ്പെട്ട സമയത്ത് അതൊക്കെ നോക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ ഭഗവാൻ ഒരു ഉണ്ണി അച്ഛനോട് ചോദിക്കുന്ന കാര്യങ്ങൾ എല്ലാം അറിയാവുന്ന പരമാത്മസ്വരൂപനുമായ പൂർണ്ണ പരബ്രഹ്മമായിട്ടുള്ള പരിപൂർണ ബ്രഹ്മമായ ഭഗവാൻ നമുക്കെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു കർമ്മങ്ങള് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതും ഈ ശ്ലോകത്തിലൊക്കെ വിസ്തരിച്ചു പറയുന്നു. ഗൗരവമായിട്ടുള്ള വലിയ വലിയ ആളുകള് സംസാരിക്കുന്ന തത്വങ്ങളാണ് ഇപ്പോൾ ഭഗവാൻ അച്ഛനോട് ചോദിക്കുന്നത്. ആ ഉണ്ണി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ജ്ഞാത്വാ അജ്ഞാത്വാ ച കർമാണി ജനോയമനുതിഷ്ഠതി വിദുഷ കർമ്മ സിദ്ധി സ്യാൽ തഥാ നാവിദുഷോ ഭവേൽ. അപ്പോ ശത്രുക്കളോട് പറയാൻ പാടില്ല, ഉദാസീനന്മാരോട് പറയാൻ പാടില്ല. ഇങ്ങനെ എന്തെങ്കിലും യാഗങ്ങൾ ചെയ്താൽ അത് മുടക്കും എന്ന് ബോധ്യമുള്ളവരോടൊന്നും പറയാൻ പാടില്ല. പക്ഷെ സുഹൃത്തുക്കളോടൊക്കെ പറയണം, അത് പറയണം. അവർക്കതെല്ലാം അറിഞ്ഞ് ആദരിക്കുന്നവരോട് പറയണം. ഇപ്പൊ ഞാനിപ്പോ ആത്മാവൈ പുത്രനാമാസി, ഞാൻ അച്ഛന്റെ ആത്മാവല്ലേ, ആത്മാവ് തന്നെയാണ് പുത്രൻ എന്നുള്ള ആ ശാസ്ത്രീയ രീതി അനുസരിച്ച് പുത്രനായ എന്നോട് പറഞ്ഞു തരണം കേട്ടോ അച്ഛ, എനിക്കിത് അറിയണം. പറയണു, പിന്നെയും പറയണു ഭഗവാൻ. എന്ന് മാത്രല്ല സുഹൃത്തുക്കളോടൊക്കെ ആലോചിച്ച്, ഞാൻ അച്ഛന്റെ സുഹൃത്തിനെ പോലെയല്ലേ, അപ്പൊ സുഹൃത്തുക്കളോടൊക്കെ ആലോചിച്ചിട്ട് വേണം കർമ്മം ആരംഭിക്കാൻ. സാധാരണ ജനങ്ങളൊക്കെ ഈ കർമ്മ സ്വഭാവം അറിഞ്ഞിട്ടും അറിയാണ്ടും കർമ്മം ചെയ്യും. എന്നാ വിദ്വാൻമാരോ അറിവുള്ളവര് നന്നായിട്ട് ആലോചിച്ച് അതിന്റെ സാരം അറിഞ്ഞതിന് ശേഷമേ കർമ്മങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോ അവർക്ക് അതിന്റെ ഫലം ശരിക്കും സിദ്ധിക്കുകയും ചെയ്യും. അറിവില്ലാത്തവര് മറ്റുള്ളവരൊക്കെ അവരൊക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ നമുക്കും ചെയ്യാം എന്നുള്ള മട്ടിൽ ചെയ്താൽ അതിന് ഫലമൊന്നും ഉണ്ടാവില്ല. വേറൊരുത്തൻ ചെയ്യണത് കാണുമ്പോ അത് ഞാനും ചെയ്യണം, എനിക്കും അത് ചെയ്യണം, കേവനാവാൻ വേണ്ടിയിട്ട്. അപ്പൊ പരമ്പരാക്രമം അനുസരിച്ച് കർമ്മം ചെയ്യും. അതിന്റെ കർമ്മസാരം അറിയാതെ പ്രവർത്തിക്കുന്നവർക്ക്, അറിഞ്ഞു പ്രവർത്തിക്കുന്നവർക്ക് എന്നുള്ള പോലെ കർമ്മഫലം സിദ്ധി ഉണ്ടാവില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. തത്ര താവൽ ക്രിയായോഗോ ഭവതാം കിം വിചാരിത അഥവാ ലൗകികസ്തന്മേ പൃച്ഛത സാധു ഭണ്യതാം. അപ്പൊ നന്ദഗോപുരം ഇങ്ങനെ ഉണ്ണി ഇങ്ങനെ ചോദിക്കണേന് ഒന്നും മറുപടി ഒന്നും പറയണില്ല. അതിങ്ങനെ ധൃതി പിടിച്ച് കുട്ടികൾ എന്തൊക്കെയോ ഇങ്ങനെ പറയണു എന്നുള്ള വീട്ടിൽ ഉണ്ണിക്കൊന്നും അറിയില്ലല്ലോ, അങ്ങനെയല്ലേ വിചാരം. അങ്ങനെ ധൃതി പിടിച്ച് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് ചെയ്താൽ മറുപടി കിട്ടണില്ല. അപ്പൊ കുറച്ചും കൂടി ഗൗരവാക്കി ഭഗവാന്റെ വാക്കുകൾ. അപ്പൊ ചോദിക്കണം, നിങ്ങളിപ്പോ ഈ ആരംഭിക്കുന്ന ഈ കർമ്മം ശാസ്ത്ര രീതിയിൽ ആലോചിച്ച് തീർച്ചപ്പെടുത്തിയതാണോ, അതോ എല്ലാവരും ഞങ്ങൾ ചെയ്യണു, യാഗം ചെയ്യണു, അതുകൊണ്ട് ചെയ്യണു, പരമ്പരാക്രമത്തിൽ നടത്താൻ ഉറപ്പിച്ചതോ? അതുകൊണ്ട് അതറിയാൻ വേണ്ടിയിട്ട് അച്ഛാ ഞാൻ ചോദിക്കണത്. അപ്പൊ എന്നോട് അച്ഛൻ അതിനുള്ള ശരിക്കും യുക്തിപൂർവം തന്നെ ഉത്തരം പറയണം. എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞാ പോരാ അച്ഛാ, ശരിക്കും എനിക്ക് അതിന്റെ ഉത്തരം കിട്ടണം എന്ന് പറയാ. അപ്പൊ ഇത് കേട്ടപ്പോ എന്നുള്ള പാട്ടില് നന്ദഗോപര് പറഞ്ഞു, പർജന്യോ ഭഗവാൻ ഇന്ദ്രോ മേഘാസ്തസ്യാത്മമൂർത്തയ തേഭിവർഷന്തി ഭൂതാനാം പ്രാണനം ജീവനം പയ. നന്ദഗോപര് പറഞ്ഞു, ഈ യാഗം ലോക പരമ്പരാക്രമം അനുസരിച്ച് നടത്തുന്നത് തന്നെയാണ്. എന്നാ അതിന് യുക്തി ഉണ്ടേനും ഇത് അറിഞ്ഞിട്ട് തന്നെയാണ്. ഐശ്വര്യം നിറഞ്ഞിരിക്കുന്ന സ്വർഗത്തിനും അധിപതിയായ ഭഗവാൻ ഇന്ദ്രൻ വർഷത്തിന്റെ അതിദേവതയാണ് കണ്ണ. മേഘങ്ങളാണ് ഇന്ദ്രന്റെ പ്രിയപ്പെട്ട മൂർത്തികൾ. തന്റെ ദേഹത്തോട് എത്ര പ്രിയം ഉണ്ടോ അത്ര പ്രേമത്തോടെ ലാളിച്ചു വരുന്ന ആശ്രിതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവയാണ് മേഘങ്ങളെ ഇന്ദ്രന്. സകല ചരാചരങ്ങൾക്കും പ്രാണനും ജീവനും ബലവും ജലം നൽകണത് മേഘങ്ങളല്ലേ. മേഘങ്ങളല്ലേ മഴയായിട്ട് വർഷിക്കണത്. ആ മേഘങ്ങളുടെ അധിഷ്ഠാന ദേവതയല്ലേ ഇന്ദ്രൻ. തം താതവയമന്യേച വാർമുചാം പതിമീശ്വരം ദ്രവ്യൈ തദ്രേതസാ സിദ്ധേർ യജന്തേ ക്രതുഭിർനരാഹ. അല്ലെ ഉണ്ണി, ഹേ പുത്ര വിളിക്കുന്നു. ഈ വർഷാധാരങ്ങളായ മേഘങ്ങളുടെ സ്വാമിയും ഈശ്വരനുമായ ആ ദേവേന്ദ്രനെ
വൈശ്യന്മാരായിട്ടുള്ള ഞങ്ങളും മറ്റുള്ള ജനങ്ങളും യാഗങ്ങൾ കൊണ്ട് ആരാധിക്കണു. ഇന്ദ്രനല്ലേ മേഘങ്ങളുടെ സ്വാമി, ഈശ്വരനാണ് ഇന്ദ്രനെ. അപ്പൊ ആ ഇന്ദ്രനെ യാഗങ്ങൾ കൊണ്ട് ആരാധിക്കുകയാണ് ഞങ്ങളെ. അതിന് വേണ്ടതായിട്ടുള്ള ഈ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ഞങ്ങളുടെ സ്വന്തമല്ല. ആ പദാർത്ഥങ്ങൾ ഉണ്ടാകണത് എങ്ങനെയാ? ഇന്ദ്രൻ ഇങ്ങനെ മഴ പെയ്യിക്കണത് കൊണ്ടാണ്. ഇന്ദ്രൻ മഴ പെയ്യിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുമോ? അങ്ങനെയുള്ള ആ ഇന്ദ്രൻ, ആ ദേവൻ തരുന്ന പദാർത്ഥങ്ങൾ കൊണ്ട് ആദ്യം ആ ദേവനെ തന്നെ പൂജിക്കാൻ അത് കൃതജ്ഞതയല്ലേ? ആ ദേവനെ തന്നെയല്ലേ പൂജിക്കേണ്ടത് എന്ന് ചോദിക്കാണ്. ജലത്തെ സ്വീകരിച്ച് മേഘങ്ങളായി പരിണമിപ്പിക്കുന്നത് സൂര്യൻ തന്നെയാണ്. എന്നാലോ ആ മേഘങ്ങളെ കൊണ്ട് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വർഷിപ്പിക്കാനുള്ള അധികാരം ദേവേന്ദ്രനാണ്. ഈ മേഘങ്ങളെ കൊണ്ട് പറഞ്ഞ് മഴ പെയ്യിപ്പിക്കണതേ ദേവേന്ദ്രനാ. അപ്പൊ ദേവേന്ദ്രനല്ലേ ഈ യാഗം ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യണ്ടേ ചോദിക്കണു. തച്ഛേഷണോപജീവന്തി ത്രിവർഗ ഫലഹേതവേ പുംസാം പുരുഷകാരാണാം പർജന്യ ഫലഭാവന. നമുക്ക് ഈ ഉണ്ടാവുന്ന ഫലങ്ങൾ ഉണ്ടാവണത്, മരങ്ങൾ ഉണ്ടാവണത്, ചെടികൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാവണത് ഒക്കെ ഇന്ദ്രൻ മഴ പെയ്യിപ്പിച്ചത് കൊണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ ഇന്ദ്രൻ മഴ പെയ്യിച്ചില്ലെങ്കിൽ ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ. നമുക്ക് ഇതൊന്നും ഭക്ഷിക്കാനുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോ ആ ഇന്ദ്രനായിട്ട് കൽപ്പിച്ച ആ യാഗദ്രവ്യങ്ങളുടെ ഉച്ഛിഷ്ടം കൊണ്ട് നമ്മൾ ജീവിക്കണു. ഇങ്ങനെ ഇന്ദ്രനെ ആരാധിച്ചാൽ ധർമ്മം, അർത്ഥം, കാമം എന്ന 3 പുരുഷാർത്ഥങ്ങളുടെ ഫലം നമുക്കുണ്ടാവും. ഇത് ഈ 3 പുരുഷാർത്ഥങ്ങളുടെ കാമം ഉണ്ടാവണത് അതിൽ ഇന്ദ്രനിപ്പോ എന്താ എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ ഉണ്ണി. ഇതിലിപ്പോ കൃഷി ചെയ്താലല്ലേ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ധനാദി സമൃദ്ധിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ വർഷമില്ലാച്ചാ, മഴ പെയ്യില്ലാച്ചാ ഈ കൃഷിയിൽ നിന്ന് എന്തെങ്കിലും ഫലം ഉണ്ടാവുമോ? അപ്പൊ അതുകൊണ്ടാണ് മഴ പെയ്യിക്കുന്ന ആ വർഷാദി ദേവതയായ മഹേന്ദ്രൻ തന്നെയാണ് പുരുഷ പ്രയത്നത്തിന് തക്കതായ ഫലം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ദ്രനാണ് യാഗം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഉണ്ണി ഇന്ദ്രന് യാഗം ചെയ്യണത് കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെയും പറയാണ്, ഏവം വിസൃജേൽ ധർമ്മം പാരമ്പര്യാഗതം നര കാമാൽ ലോഭാൽ ഭയാൽ ദ്വേഷാൽ സവൈ നാപ്നോതി ശോഭനം. ഇങ്ങനെ പരമ്പരയായിട്ട് നടത്തി വരുന്ന ഈ യാഗാദി ധർമ്മ ക്രിയകള് ഇതിന് ധാരാളം ധനം ചെലവഴിക്കണം. അപ്പൊ ധനം ചെലവഴിക്കാൻ അതിനൊന്നും ധനം ചെലവഴിച്ചിട്ട് കാര്യമില്ല, ധാരാളം ധനം വേണേ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത്ര പണമൊന്നും ചെലവഴിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, അല്ലെ ഈ ദേവന്മാർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഒന്നും ചെയ്യാതിരുന്നാലുണ്ടല്ലോ, ദേവന്മാരൊന്നും അല്ല ഇതൊന്നും നമുക്ക് തരണത് എന്ന് മനസ്സിലാക്കാതെ ഇന്ദ്രന് യാഗം ചെയ്യാതിരുന്നാൽ, ഇതൊക്കെ ഉപേക്ഷിച്ചാൽ അവർക്കൊന്നും സുഖം ഉണ്ടാവില്ല. ദേവന്മാരാണോ ഇപ്പൊ നമുക്ക് ഇതിനൊക്കെ ഫലം തരണത്? നമ്മൾ കൃഷി ചെയ്യണു, നമുക്ക് ധനം നെല്ലുണ്ടാവണു, അല്ലെങ്കിൽ മറ്റുള്ള ഫലങ്ങളൊക്കെ ഉണ്ടാവണു എന്ന് വിചാരിച്ചിട്ട് ചിലർ ചെയ്യാതിരിക്കും. അവർക്കൊന്നും ഐശ്വര്യം ഉണ്ടാവില്ല, അവര് തീർച്ചയാണ്. അതുകൊണ്ട് എല്ലാ വർഷവും ഞങ്ങള് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇന്ദ്രന് യാഗം ചെയ്താലേ നമുക്ക് ഗോവർദ്ധനത്തിൽ ധാരാളം പുല്ലും ഇതൊക്കെ ഉണ്ടാവണ്ടേ, അപ്പോഴല്ലേ പശുക്കൾക്കൊക്കെ ധാരാളം പാലുണ്ടാവുള്ളൂ. ആ പുല്ലൊക്കെ കഴിച്ചിട്ട് അങ്ങനെ എല്ലാത്തിനും മഴ പെയ്തില്ലെങ്കിൽ ഫലങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഉണ്ണി എന്നൊക്കെ പറഞ്ഞപ്പോ ഭഗവാൻ അതിന് മറുപടി പറയണു. അച്ഛൻ എന്താ പറയണേന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ. ഇന്ദ്രന്റെ അഹങ്കാരം നശിപ്പിക്കാൻ ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഗോവർദ്ധനത്തിന് യാഗം ചെയ്യണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് തക്കതായ കാരണങ്ങൾ പറഞ്ഞ് അച്ഛനെയും ഗോപന്മാരെയും ബോധ്യപ്പെടുത്തുകയാണ് അടുത്ത ശ്ലോകങ്ങളിൽ. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.